നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, നാണില്ലാതെ കേറി വരുന്നവരെ ആട്ടി പറഞ്ഞേക്കാൻ ഞാൻ മതിയച്ചാ. അമ്പിളി, നീയൊന്നടങ്ങ്. അവരെന്തിനാ വന്നതെന്ന് ഞാൻ ചോദിച്ചോളാം. അമ്മ ഇങ്ങോട്ട് ചെല്ല്, ഞാനവിടെ വന്നോളാം. അവിടെ നിൽക്കേ. വീട്ടിൽ വന്ന ഒരാളെ ഇന്നുവരെ പഠിക്കൽ തടയേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ വന്നത് എന്തിനാന്ന് എനിക്കറിയണം. പറഞ്ഞു കൊടുക്കമ്മേ, നമ്മൾ ആരെയും വലിച്ചിറക്കി കൂട്ടിക്കൊണ്ട് പോവാൻ വന്നൊന്നും അല്ല. വലിച്ചിറക്കി കൊണ്ടുപോകാൻ നീ ഇങ്ങോട്ട് വന്നാ മതി. ഞങ്ങളൊക്കെ രണ്ട് കൈയും കെട്ടി നോക്കി നിന്ന് തരാം. മാഷേ, എന്റെ മകൻ ഈ കുടുംബത്തോട് ചെയ്തതൊക്കെ വലിയ തെറ്റ് തന്നെയാ. അതിനൊക്കെ ഇവൻ വേണ്ടതുപോലെ അനുഭവിക്കുന്നുണ്ട്. കുറ്റം ചെയ്തവരെന്തായാലും അതിനുള്ള ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. അതിന് ഞങ്ങൾ എന്തിനാ നിങ്ങൾ വീണ്ടും വന്ന് ശല്യം ചെയ്യുന്നത്? ആരെയും ശല്യം ചെയ്യാൻ വന്നതല്ല മാഷെ. മനുഷ്യര് പൊട്ടിച്ചെറിഞ്ഞാലും ദൈവം ചില കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും. അത് കണ്ടില്ലെന്ന് വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ മാഷെ? എന്നെ നിങ്ങൾ വീട്ടിൽ കയറ്റണ്ട, എനിക്ക് കയറണമെന്നുമില്ല. പക്ഷെ അമ്മയെ ചീരുവിനെ കാണാൻ അനുവദിക്കണം. ഒരു മുത്തശ്ശിയുടെ മനസ്സോടുകൂടി വന്നിരിക്കുക പാവം. ലതികയ്ക്ക് പേരക്കുട്ടികളെ കാണാനായിരുന്നെങ്കിൽ ഇവനെയും കൂട്ടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ചീരു വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കാന്ന് ലതികയ്ക്ക് അറിയാലോ. ലതികെ, അവനോട് ഈ മുറ്റത്തുനിന്ന് പോവാൻ പറ. എന്നിട്ട് പോയി ആർച്ചമോളെയും ഭദ്രമോളെയും ലതിക കണ്ടോളൂ. ആർച്ചമോളെയും ഭദ്രമോളെയും കാണാനല്ല അമ്മ വന്നത്. അവരെ കാണണമെന്ന് തോന്നിയ വീട്ടിലെ ഫോട്ടോ എടുത്ത് നോക്കിയാ പോരെ. അമ്മ വന്നത് ചീരുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വിശേഷം അറിയാനാ. നീ വീട്ടിൽ കയറി വന്ന് അനാവശ്യം വിളിച്ചു പറയരുത്. എന്താടാ, ഈ കുടുംബത്തിൽ നുഴഞ്ഞു കയറാൻ നീ പുതിയ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയല്ലേ? മകന്റെ തോന്നിയാസത്തിന് ലതിക്കും കൂട്ടുകാണോ? എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് കഥയുണ്ടാക്കി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്റെ 2 മക്കളെ പ്രസവിച്ചോളല്ലേ അവള്. ചോദിച്ചു നോക്ക് മോളോട്. എന്തൊക്കെയാ മോളെ ഇത്? എന്തൊക്കെയാ മോളെ ഇവൻ വിളിച്ചു പറയുന്നത്? എന്താ ഇതിനൊക്കെ അർത്ഥം? അയാൾക്ക് മുഴുത്ത ഭ്രാന്താച്ച. ഈ ഭ്രാന്തിന് കൂട്ടി നിൽക്കാൻ അമ്മയ്ക്ക് നാണില്ലേ? മോളെ, മതി. ഇനി ഒരു അക്ഷരം അമ്മയും മോനും ഇവിടുന്ന് പറയണ്ട. ഇറങ്ങിപ്പോയിക്കോളാം ഇവിടുന്ന്. മാഷ് ഇങ്ങനൊന്നും പറയല്ലേ. മാഷ അറിയാത്തത് കൊണ്ടാവും. ചീരു ഗർഭിണിയാണെന്ന് ഇവൻ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞതാ. ചീരു ചിലപ്പോ വേറെ ആരെയും ഇത് അറിയിച്ച് കാണില്ല. ചേച്ചി അനിയത്തിയും കൂടി ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നത് അബോർഷന് വേണ്ടിയായിരുന്നല്ലോ. അനു, ഇവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടോന്ന്? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ. ഇല്ല ഇല്ല അച്ഛാ, ശുദ്ധ അസംബന്ധം അഭിനയം പറയുന്ന. ആ ഇന്ദ്രേട്ടന്റെ അമ്മയായിരിക്കും ഇല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. പരിഹാസത്തിൽ ചീരുവിനെ നോക്കിയിട്ട് വിശേഷം ഉണ്ടോന്ന് അവർ ചോദിക്കുകയും ചെയ്തിരുന്നു. അതെ അച്ഛാ, ഇയാളെ പോലെ തന്നെ നമ്മുടെ കുടുംബത്തെ ദ്രോഹിക്കാൻ അവസരം നോക്കി നടക്കുന്നവരുടെ വാക്കം കേട്ട് വന്നിരിക്കുക ഇയാള്. എടാ, സത്യമാണോടാ? നീ എന്നോട് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞതാണല്ലോ. ആ സ്ത്രീ പറഞ്ഞതാണെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അല്ലമ്മേ, ആ സ്ത്രീയെ ഞാൻ അവിടെ കണ്ടു, സത്യ. പക്ഷെ അവരെ ഞാൻ മൈൻഡ് ചെയ്തിട്ട് പോലുമില്ലെന്നേ. എന്നോട് പറഞ്ഞത് ഡോക്ടറാ. അരുന്ധതി ഡോക്ടർ ഇവരോട് പറഞ്ഞത് എന്നെ കൂട്ടിച്ചെന്ന അബോർഷൻ നടത്തി കൊടുക്കാവുന്ന. അല്ലേനോ? അതല്ല സത്യം. അനുവിനും ചീരുവിനും ഈ കാര്യത്തിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു.
അതിലും വലിയൊരു തെളിവ് എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിക്ക്. ചീരുവിനെ ഡോക്ടർ പരിശോധിച്ച റിസൾട്ട് ഉണ്ടോ നിന്റെല്? അതുപോലും ഇല്ലാതെ നീ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാ ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങൾ ഇനി പ്രതികരിക്കാൻ പോന്നെ. ഡോക്ടറുടെ കുറിപ്പടിയൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ വിനയനെ ഇത് തെളിയിക്കാതെ ഇവിടുന്ന് പോവില്ല. തെളിയിക്കടാ. ചീരു ഇവിടെ തന്നെ നിപ്പുണ്ടല്ലോ. ദാ തെളിയിക്ക്. എന്റെ മോള് പറയണം നിന്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന്. അത് പറയിപ്പിക്കാൻ നിനക്ക് പറ്റുമോ? പറ്റുവോടാ? ഞാൻ ചോദിച്ചാൽ ഇവള് സമ്മതിക്കില്ല എന്ന് ആർക്കാ അറിയാത്തത്? നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിൽ ഒരു പങ്കുമില്ലെങ്കിൽ ഇപ്പൊ തന്നെ മോളെ കൂട്ടിക്കൊണ്ടുപോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി സത്യം തെളിയിക്കാനുള്ള ആർജവമുണ്ടോ നിങ്ങൾക്ക്? വേണ്ടോ? മോളെ എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നോക്കണ്ട. ചേച്ചി, എന്റെ വയറ് ഞാൻ കുത്തി കയറി തുറന്നു തരാം. കുഞ്ഞ് അതിലുണ്ടെങ്കിൽ മോളെ. എടുത്തോണ്ട് പോയിക്കോടാ. എടുത്തോണ്ട് പോയിക്കോ. എന്തെടാ? കണ്ടോടാ, നോക്കടാ. ഇയാളെന്നെ ജീവിക്കാൻ വിടില്ല അച്ഛാ. ഞാൻ ചത്തോളാം. ഇയാളെന്നെ ശവം കൊണ്ട് തിന്നട്ടെ. മോളെ. തിന്നട്ടെ. നിന്നെ നിന്റെ അച്ഛൻ അവശേഷിച്ചല്ലോ. പിന്നെന്തിനാ ഇവന് വേണ്ടി നീ മരിക്കുന്നേ? കരയില്ല മോളെ. ആ, അമ്മ എന്തിനാ പഠിക്കുന്നത്? ഇതൊക്കെ അവരുടെ നാടകമാ. ഇതുകൊണ്ടൊന്നും വിനയൻ പിന്മാറാൻ പോകുന്നില്ല. നീ പോവില്ലടാ. നീ പോവില്ലേ? പോടാ. ചേച്ചി ജീവൻ വേണമെങ്കിൽ ഇറങ്ങി പോടാ. വേണ്ട മോളെ, അച്ഛൻ പറയുന്നൊന്ന് കേക്ക് നീ. കണ്ടോ? വേണ്ട വേണ്ട ചീരു മോളെ. എന്നാ വേഗം കൂട്ടിക്കൊണ്ട് പോ. അവന് ഭ്രാന്ത മോളെ. അവന് ഭ്രാന്ത. തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക. അവന് ഭ്രാന്ത. നീ പേടിക്കണ്ട മോളെ. എന്റെ മോളെ പേടിക്കണ്ട. ചിരു, നീ എന്തിനാ മോളെ കരയുന്നേ? അവൻ ഇനി ഇവിടെ കാല് കുത്തി അവന്റെ കാല് ഞാൻ വെട്ടിയായിരിക്കും. ചിരു, ചിരു. ഈശ്വര, പതിനെട്ട്. 18. ആ